ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ജോയിൻ ബട്ടൺ അല്ലെങ്കിൽ മെമ്പർഷിപ്പിനെ പറ്റിയാണ്. പല ആൾക്കാർക്കും നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു മെമ്പർഷിപ്പിൻ്റെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. പല ചാനലുകളുടെയും ഹോം പേജ് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ ബട്ടൺ എന്നുള്ളൊരു ബട്ടൺ കൂടി കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ജോയിൻ ബട്ടൺ, ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നമ്മൾ ഈ വീഡിയോനകത്ത് ജോയിൻ ബട്ടൺ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക, എവിടെ ചെന്നാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ജോയിൻ ബട്ടൺ. നമ്മൾ സാധാരണ ചാനലിൻ്റെ ഹോം പേജിലുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചാനലുകൾക്ക് നമുക്ക് അല്ലെങ്കിൽ ചാനൽസിന് നമുക്കൊരു സപ്പോർട്ട്, നമ്മുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജോയിൻ ബട്ടൺ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ടെക്നിക്കൽ ചാനൽസ് ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ചാനലാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ ചാനലാണ്, ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ക്വസ്റ്റൻസോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമുക്ക് ഈ ജോയിൻ ബട്ടൺ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഈ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യുക. ഗൂഗിൾ ക്രോം വഴി. ഗൂഗിൾ ക്രോം നിങ്ങൾ ഫോണിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈഡ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഡോളറിൽ ക്ലിക്ക് ചെയ്യുക. മോണിറ്റൈസേഷൻ എന്നുള്ള ഡോളറിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ മോണിറ്റൈസേഷൻ ഡോളറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ഓവർവ്യൂ, ആഡ്സ്, മെമ്പർഷിപ്പ്. അല്ലെ, ആ മെമ്പർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്താണ് നമ്മൾ ഈ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നതും അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു ജോയിൻ ബട്ടൺ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ടാവും. ഇപ്പോൾ എക്സ്പ്ലോർ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനേബിൾഡ് അല്ല, നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് സെറ്റപ്പ് മെമ്പർഷിപ്പ് സെറ്റപ്പ്, പിന്നെ അപ്ലോഡ് ബാഡ്ജ് ഓർ ഇമോജി, അനൗൺസ് ചെയ്യുക, അനൗൺസ്മെൻറ്റ്, പോസ്റ്റ് വെൽക്കം മെമ്പർ, ന്യൂ മെമ്പേഴ്സിനുള്ളൊരു പോസ്റ്റ്, കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് അപ്ലോഡ്. ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഈ ജോയിൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറയാം. അത് സിംഗിൾ ലെവൽ പെർക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലെവൽ പെർക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് സിംഗിൾ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ, ഒരു മെമ്പർഷിപ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെമ്പർഷിപ്പ്, ആദ്യത്തെ മെമ്പർഷിപ്പ് ലെവൽ 1 മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവർക്കൊരു പർട്ടിക്കുലർ ഓഫർ, ലെവൽ 2 വേറെ ഓഫർ, അങ്ങനെ ഒരു ലെവലായിരിക്കും വരുന്നത്. ഇതിനകത്ത് കിട്ടുന്ന റവന്യൂവിൻ്റെ 70%, 70% അത് ക്രിയേറ്റർക്കും, ബാലൻസ് ഉള്ള 30% യൂട്യൂബിനായിരിക്കും പോകുന്നത്. ഓക്കെ, അതിനകത്ത് സ്റ്റെപ്പ് 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ലെവൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, 4 ലെവൽ കൊടുക്കാം, 1 ലെവൽ, 3 ലെവൽ, 4 ലെവൽ കൊടുക്കാം. ഞാൻ തൽക്കാലം 3 ലെവലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് അതിനകത്ത് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 119 രൂപയാണ്. രണ്ടാമത്തെ 399 രൂപ, മൂന്നാമത്തെ 2399 രൂപ. ഓക്കെ, പല ലെവലാണ് ഇത്. പല ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. മെമ്പേഴ്സ് ഓൺലി ലൈവ് ചാറ്റ് ഉണ്ടാവും. അപ്പോൾ ലെവൽ 1 ആണെങ്കിൽ മെമ്പേഴ്സ് ഓൺലി ലൈവ് ചാറ്റ്, പ്രയോറിറ്റൈസ് റിപ്ലൈ. ഈ സ്റ്റെപ്പ് 2 പോകുന്ന സമയത്ത്, ലെവൽ 2 പോകുന്ന സമയത്ത് ലെവൽ 1 എല്ലാ ഓഫറും ലെവൽ 2 നമുക്ക് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണലായിട്ട് വേറെ കുറച്ച് ഫീച്ചേഴ്സും കൂടി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ലെവൽ 2 പറയുന്നത്. ഈ ലെവൽ 3 പോകുമ്പോൾ ലെവൽ 1 ലെവൽ 2 അതിൻ്റെ കൂടെ തന്നെ അഡീഷണലായിട്ട് കുറച്ച് ലെവൽ 3 സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ഓഫർ അത് വേറൊരു എന്താ പറയുക ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഡിഫറെൻറ്റ് ലെവലായിട്ട് നമുക്ക് ഈ പെർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് പെർക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയുക മെമ്പർഷിപ്പിനകത്ത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ലെവൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ലെവൽ അതിനകത്ത് നമുക്ക് ഒരു നെയിം നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ പർട്ടിക്കുലർ ലെവലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലെവൽ 1 കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക സിൽവർ, ഗോൾഡ്, ഡയമണ്ട്, അങ്ങനെ ഒരു മൂന്ന് ലെവലാണ് ഇപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ സിൽവർ ലെവൽ. അപ്പോൾ ഞാനത് ലെവൽ കൊടുത്തു. രണ്ടാമത്തത് എത്ര പൈസയാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം പ്രൈസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ 89 രൂപ അല്ലെങ്കിൽ 59 രൂപ നമുക്ക് ചൂസ് ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ 89 കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ അതിൻ്റെ തൊട്ടടി തന്നെ പെർക്ക് എന്ന സംഭവമുണ്ട്. പിന്നെ അത് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലോയൽറ്റി ബാഡ്ജസ്. ഓക്കെ, മെമ്പേഴ്സിന് സ്പെഷ്യലായിട്ടുള്ള ബാഡ്ജസ് കൊടുക്കാൻ പറ്റും. ഇമോജീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. മെമ്പേഴ്സ് ഓൺലി ലൈവ് ചാറ്റ്. ഓക്കെ,
ആ പർട്ടിക്കുലർ മെമ്പർ, ഇത് സബ്സ്ക്രൈബ് ചെയ്ത മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ലൈവായിട്ട് അവരായിട്ട് വേണ്ടി ചാറ്റ് ചെയ്യാൻ പറ്റും. പ്രയോറിറ്റൈസ് റിപ്ലൈ, നമ്മുടെ വീഡിയോൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്നത് പ്രയോറിറ്റൈസ് റിപ്ലൈ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പേർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഓഫറുകൾ അല്ലെങ്കിൽ എന്തെല്ലാം എനിക്ക് കിട്ടുക എന്നുള്ളത് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ പോലെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, തൊട്ടടി തന്നെ മെമ്പേഴ്സ് ഓൺലി ലൈവ് ചാറ്റിനത്. ഓക്കെ, ഇനി തൊട്ടടി തന്നെ കാണാൻ പറ്റും പ്രയോറിറ്റൈസ് റിപ്ലൈ ടു ദ കമൻറ്റ്സ്. അതായത് നിങ്ങളുടെ ഈ പെർക്കിൽ എടുത്ത മെമ്പർഷിപ്പ് പർച്ചേസ് ചെയ്ത മെമ്പേഴ്സ് നമ്മുടെ വീഡിയോസിനകത്ത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള റിപ്ലൈസ് കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ലെവൽ 2നും ഇപ്പോൾ ഞാൻ ഗോൾഡ് എന്ന് നെയിം ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ അവർക്കും എന്തൊക്കെ ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റും. ലെവൽ 1ലുള്ള എല്ലാ ഓഫറുകളും ലെവൽ 2 വരും. അതിന് മന്ത്ലി പ്രൈസാണ് ഇത്. ഓക്കെ, ഇത് വൺ ടൈം സബ്സ്ക്രിപ്ഷൻ അല്ല, ഇത് മന്ത്ലി എത്ര കൊടുക്കണം അല്ലെങ്കിൽ എത്ര ഇത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുത്തിട്ട് 159 റുപ്പീസ് കൊടുക്കുന്നു. അപ്പോൾ മുമ്പ് നേരത്തെ കൊടുത്ത ലെവൽ 1ലുള്ള സെയിം പെർക്കുകൾ അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഫീച്ചേഴ്സും കൂടി ലെവൽ 2ലും എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈസി ആക്സസ് ടു ന്യൂ വീഡിയോസ്. നമ്മുടെ ലെവൽ 2ൽ അകത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ വീഡിയോ ഇപ്പോൾ 4 മണിക്കാണ് നോർമൽ സബ്സ്ക്രൈബേഴ്സിന് അപ്ലോഡ് ആവണമെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ 3 മണിക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് 3 മണിക്ക് കൊടുക്കും. അത് മെമ്പേഴ്സ് ഓൺലി ഷൗട്ട് ഔട്ട്. ഇപ്പോൾ നമ്മൾ മെമ്പേഴ്സ് ഒരാൾ നമ്മൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഒരു പോസ്റ്റ് ഇടാം. ഓക്കെ, ഇങ്ങനെ ഒരു മെമ്പർ ഇതിൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബാഡ്ജ് വേണമെങ്കിൽ ഒരു പോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ, പിന്നെ ഫോട്ടോസ് ആൻഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്, പുതിയ മെമ്പേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് അപ്ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തൊക്കെ വേണ്ട നമ്മുടെ ചാനൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നത്. ചൂസ് ചെയ്തിട്ട് ഏതൊക്കെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്ത് ഡിഫറെൻറ്റ് ലെവൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പെർക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ലെവൽ എന്ന് വെച്ചാൽ ലെവൽ 3 ആണ്. ഓക്കെ, ലെവൽ 3 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അത് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതിന് സിൽവർ എന്ന് പേര് കൊടുക്കുന്നു. അതിനകത്ത് മിനിമം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മിനിമം മന്ത്ലി പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 199 അല്ലെങ്കിൽ 799 കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പേർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അവർക്ക് ഇത്ര, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത്രയാണ് പേ ചെയ്യേണ്ടി വരിക, ഏറ്റവും മിനിമം എമൗണ്ട് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പെർക്കിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ 1ലുള്ള എല്ലാ ഓഫേഴ്സും ലെവൽ 2ലുള്ള എല്ലാ ഓഫേഴ്സും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ഓഫേഴ്സും കൂടി നമുക്ക് ഈ ലെവൽ 3ലുള്ള, അതായത് നമ്മുടെ സിൽവർ എന്ന് പറയുന്ന ഡയമണ്ട് എന്ന് പറയുന്ന പെർക്കിനകത്തുള്ള, അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്താ പറയുക, കുറച്ച് സ്പെഷ്യൽ ഓഫീസായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളോ അല്ലെങ്കിൽ അവരുടെ ചാനലിന് എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ട് വേണമെങ്കിൽ അത് കൊടുക്കുക. അങ്ങനെ എന്ത് ഓപ്ഷൻ വേണമെങ്കിലും, ഇപ്പോൾ ഞാൻ എൻ്റെ കേസാണ് പറയുന്നത്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ അഡീഷണൽ ഓപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പല ചാനലുകളും പല രീതിയിലായിരിക്കും. ചിലപ്പോൾ അവരുടെ എന്താ പറയുക, ഈ ലെവൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചാനൽസിൻ്റെ ഒക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് പോസ്റ്റ് ഇടാം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ്, അവരുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ അത് വീഡിയോസ് കൊടുക്കാം. അങ്ങനെ പല രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ലെവൽ 3 ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ പർട്ടിക്കുലർ ലെവൽ ഈ പെർക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു മെമ്പർഷിപ്പാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ, ലെവൽ 3ലുള്ള മെമ്പർഷിപ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൺ സപ്പോർട്ട്, ഫോണിൽ കൂടെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരു പെർക്ക് അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ നമുക്ക് ആഡ്സൻസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വിട്ടിട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻകം. ഓക്കെ, നമ്മുടെ ചാനൽസിന് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻകം ക്രിയേറ്റേഴ്സിനും അല്ല സബ്സ്ക്രൈബേഴ്സിന് അവരിഷ്ടപ്പെടുന്ന ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ യൂട്യൂബേഴ്സിന് ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നതാണ് മെയിനായിട്ട് അവർ ഈ മെമ്പർഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മുമ്പ് മെമ്പർഷിപ്പ് ഇയർലി ആയിരുന്നു, ഇപ്പോൾ മന്ത്ലി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 3 ലെവൽ, നമുക്ക് സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്ന് പറഞ്ഞ 3 ലെവൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം ഇനി വീണ്ടും നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലൊരു ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഒരു ഓവർവ്യൂ, അതായത് എന്തൊക്കെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പെർക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പിനകത്തുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നതായിരിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ചെക്ക് ബോക്സ് ഉണ്ടാവും റിവ്യൂ കൊടുക്കാനായിട്ട്. അത് കൊടുക്കുക, ആക്സെപ്റ്റ് കൊടുക്കുക.
ആപ്പ് സ്റ്റോർ കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും അടിയിലേക്ക് ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ ഒരു ചെക്ക് ബോക്സ് നമ്മുടെ ലീഗൽ നെയിം, നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ കമ്പനി നെയിം ഏതെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ കമ്പനി നെയിം, കമ്പനി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ NA എന്ന് കൊടുത്താൽ മതി എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, താഴത്ത് ഒരു എഗ്രി ബട്ടൺ ഉണ്ട്, അത് എഗ്രി മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ എഗ്രി ചെയ്യുക. ഓക്കെ, എഗ്രി ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് ഞാൻ ഒരു ഇമെയിൽ ID ഞാൻ കൊടുക്കണം, ടെമ്പററി ആയിട്ട് കൊടുക്കുകയാണ്. അവിടെ എഗ്രി ചെയ്യുക. എഗ്രി കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഫോർ റിവ്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കമ്പനി ഉണ്ടോയെന്ന് നോക്കാൻ ചോദിക്കുന്നത്. കമ്പനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് അപ്ലിക്കബിൾ അവിടെ NA എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് അടിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും മെമ്പർഷിപ്പിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഇതിനുള്ള ചെക്ക് ബോക്സ് രണ്ടും ചെക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ഫോർ റിവ്യൂ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ആ സബ്മിറ്റ് ഫോർ റിവ്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പേർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ മെമ്പർഷിപ്പിൻ്റെ ഓഫർ ക്രിയേറ്റ് ചെയ്ത് റിവ്യൂവിന് പോകുന്നതായിരിക്കും. ഓക്കെ, അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റിവ്യൂ നടന്നതിന് ശേഷം ആയിരിക്കും ഇത് നമുക്ക് അപ്രൂവൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അടുത്ത് അപ്ലോഡ് എ ബാഡ്ജ് അല്ലെങ്കിൽ അപ്ലോഡ് ആൻ ഇമോജി ഓർ ബാഡ്ജ് എന്നുള്ള സംഭവമാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബാഡ്ജസ് നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ടായിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് ബാഡ്ജസ് അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബാഡ്ജസ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള യൂട്യൂബിൻ്റെ ഉള്ള ഡിഫോൾട്ടായിട്ടുള്ള ബാഡ്ജസ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ തന്നെ സ്പെഷ്യൽ ഇമോജീസും വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബൈ ഡിഫോൾട്ടായിട്ട് യൂട്യൂബ് തന്നെ തന്നിരിക്കുന്ന ബാഡ്ജസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഓരോ ബാഡ്ജസ് ഇപ്പോൾ 1 month ആയിട്ടുള്ള ഒരു മെമ്പർക്ക് കിട്ടുന്ന ബാഡ്ജ് ആയിരിക്കും ആ ഗ്രീൻ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ കളറിലുള്ള ബാഡ്ജസ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1 month ഇട്ടുണ്ട്, 1 month, 2 month, 6 month, പല ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആയിരിക്കും. അത് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, അതുപോലെ ഇമോജീസ് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇമോജീസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ലെവലിലുള്ള മെമ്പേഴ്സിന് ഓരോ ടൈപ്പ് ഇമോജീസ്, സ്പെഷ്യൽ ഇമോജീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ആ ഇമോജിയുടെ അത് എന്ത് വേണമെങ്കിലായിരിക്കും. ചിലപ്പോൾ ആ ഇമോജി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പ്രൊമോഷൻ കൊടുക്കാൻ എന്ത് വേണമെങ്കിലുള്ള ഇമോജീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇമോജീസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഗ്രാഫിക്കൽ ഇമേജസ് ആണ് അവർ പറയുന്നത്. ഇമോജീസ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് വിടുകയാണ്. ഓക്കെ, സേവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇമോജീസും ബാഡ്ജസും അതിൻ്റെ ഒരു ഓവറോൾ ഇത് കാണാൻ പറ്റും. ഇമോജീസ് ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ബാഡ്ജസ് ഈ പറയുന്ന ബാഡ്ജസാണ് ഉള്ളത്. അടുത്തത് അനൗൺസ് യുവർ മെമ്പർഷിപ്പ്. ഓക്കെ, അതായത് നമ്മളിങ്ങനൊരു മെമ്പർഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് നമുക്കൊരു പോസ്റ്റ് ഇടണം. ഓക്കെ, ഇങ്ങനെ ഒരു ഇമോജി നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മെമ്പർഷിപ്പിൻ്റെ കേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് അവർ പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഇങ്ങനൊരു ബാഡ്ജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇതിലെല്ലാം ഒരു പോസ്റ്റ് ചെയ്യണം. അനൗൺസ് യുവർ മെമ്പർഷിപ്പ് വിത്ത് എ വീഡിയോ. അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ ഓഡിയോ ആയിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് മെമ്പർഷിപ്പിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്താവുന്നതാണ്. ചിലപ്പോൾ ലൈവ് സ്ട്രീം ഒന്നും കൊടുക്കാം. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിനകത്തോ എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡൺ കൊടുക്കുന്നു. അപ്പോൾ നമ്മളത് ഡൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്റ്റെപ്പും ഡൺ ആയിട്ടുണ്ടാവും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് പോസ്റ്റ് ടു വെൽക്കം ന്യൂ മെമ്പേഴ്സ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനാണ് പറയുന്നത്. എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പോസ്റ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്രിയേറ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്തായിരിക്കും പോകുന്നത്. ആ കമ്മ്യൂണിറ്റി ടാബിനകത്ത് നമ്മളൊരു പുതിയൊരു പോസ്റ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പോസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. വെൽക്കം ടു TechTube ബൈ ശ്രീധരം പ്രൈം മെമ്പർഷിപ്പ്. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു വെൽക്കം, അതുപോലെ ഒരു വെൽക്കം മെസ്സേജസും കൂടി കൊടുക്കുക. ഓക്കെ, ആ ഒരു വെൽക്കം മെസ്സേജും കൂടി കൊടുത്തതിന് ശേഷം ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഇത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അപ്രോക്സിമേറ്റ്ലി ആ സ്റ്റെപ്പ് 3 കൂടി ഡൺ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 ഡൺ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 റിവ്യൂവിന് പോയിട്ടുണ്ട്. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സ്റ്റെപ്പ് 1ൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 1 ഇപ്പോഴും ഇൻ റിവ്യൂ തന്നെയായിരിക്കും കാണിക്കുന്നത്. ആ ഇൻ റിവ്യൂ കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് നേരം എടുക്കും. ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് ഫസ്റ്റ് ടൈം കൊടുത്ത സമയത്ത് എനിക്കൊരു 2-3 അവർ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻ റിവ്യൂ ഇങ്ങനെ ഒരു മെസ്സേജ്, ഒരു മെയിലായിരിക്കും വരുന്നത്. ഇൻ റിവ്യൂവിന് പോയി എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വരുന്നു. ഒരു 6-7 മണിക്കൂറുണ്ടാവും, അപ്രോക്സിമേറ്റ്ലി 7 മണിക്കൂറായി കംപ്ലീറ്റ് ആവാനായിട്ട്. ആ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഇൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അപ്പർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു മെസ്സേജ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും വരുന്നത്. അത് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അപ്പർക്ക് ക്രിയേറ്റ് ചെയ്ത് അപ്രൂവ് ആയി, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഇത് അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു അപ്രൂവൽ മെസ്സേജ് അല്ലെങ്കിൽ കൺഫർമേഷൻ മെസ്സേജ് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി തിരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ അകത്തേക്ക് നമ്മൾ ബാക്ക് ടു തിരിച്ച് ലോഗിൻ ചെയ്യണം. അതിനകത്ത് ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ മോണിറ്റൈസേഷൻ എന്നുള്ള ടാബിൽ തന്നെയാണ് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ആ തിരിച്ച് മോണിറ്റൈസേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ആ മോണിറ്റൈസേഷൻ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ മെമ്പർഷിപ്പിനകത്ത് ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ടേൺ ഓൺ, നേരത്തെ അത് ഗ്രേഡ് ഔട്ട് ആയിരുന്നു. ഇപ്പോൾ സ്റ്റെപ്പ് 1, 2, 3 മൂന്നും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻ റിവ്യൂലുള്ളതും കംപ്ലീറ്റ് ആയി, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ടേൺ ഓൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഇതിനകത്ത് നമുക്ക് ജോയിൻ ബട്ടൺ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ജോയിൻ ബട്ടൺ എന്താണ്, ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ നമുക്ക് കാര്യങ്ങൾ വരുന്നു. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് ടേൺ ഓൺ ബട്ടൺ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ടേൺ ഓൺ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം ഈ മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഈ മെമ്പർഷിപ്പ് ഓപ്ഷൻ ജോയിൻ ബട്ടൺ നമ്മൾ ടേൺ ഓൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ ടേൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന പെർക്കുകൾ എന്തൊക്കെയാണ്, നമുക്ക് റവന്യൂ എന്താണ്, നമുക്ക് ഇതുവരെ എത്ര ഡോളർ കിട്ടി, എത്ര പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, സിൽവർ അല്ലെങ്കിൽ ഗോൾഡിൽ അല്ലെങ്കിൽ ഡയമണ്ടിനകത്ത് എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അവർ ഉപയോഗിക്കുന്ന ബാഡ്ജസ്, ഇമോജസ്, അങ്ങനെ ഓവറോൾ എന്തൊക്കെയാണ് ആ പെർക്ക് എന്നുള്ളതിനെ പറ്റിയും, അല്ലെങ്കിൽ ആ ഒരു ഈ എന്താ പറയുക മെമ്പർഷിപ്പിൻ്റെ ഓപ്ഷൻസ് നമ്മൾ എനേബിൾ ചെയ്തതിനെ പറ്റിയും ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണുന്നതായിരിക്കും. നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ മെമ്പർഷിപ്പ് ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മെമ്പർഷിപ്പ് ലിങ്ക് എന്നൊരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു അവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ലിങ്ക് ആയിരിക്കും കിട്ടുന്നത്. നിങ്ങളുടെ ജോയിൻ ബട്ടണിലേക്ക് ആരെങ്കിലും നിങ്ങളുടെ മെമ്പർഷിപ്പിന് ആർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്തൊക്കെ നമുക്ക് ജോയിൻ ബട്ടണിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജോയിൻ ബട്ടൺ വെച്ചാൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒക്കെ വേറൊരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്, അതായത് യുവർ ഇൻട്രോ വീഡിയോ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് പ്ലേ ആയി വരുന്ന ഒരു ഇൻട്രോ വീഡിയോ വേണമെങ്കിൽ പ്ലേ ആവാനുള്ള ഓപ്ഷൻ കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻട്രോ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻട്രോ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്തും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാനലിനകത്ത് ഹോം പേജിനകത്ത് ലോഗിൻ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ചാനൽ ഇപ്പോൾ ജോയിൻ ബട്ടൺ ഇത്ര നാളും ജോയിൻ ബട്ടൺ ഉണ്ടായിരുന്നില്ല, നേരത്തെ ജോയിൻ ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട്. ആ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഓപ്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ചാനലിനകത്തുള്ള മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഓപ്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് 3 ആയിരിക്കും കാണിക്കുന്നത്. ഓരോന്നിട്ട് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, എന്തൊക്കെയാണ് ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കിട്ടുക, സബ്സ്ക്രൈബേഴ്സിന് കിട്ടുക എന്നതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജോയിൻ കൊടുത്തിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 70% ആ പർട്ടിക്കുലർ ഡെവലപ്പർക്കും അല്ലെങ്കിൽ ക്രിയേറ്റർക്കും, 30% യൂട്യൂബിനാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.